അതിനില്ല ഇച്ചിരി രാത്രി ആയാലും കുഴപ്പമില്ലല്ലോ. അല്ല, ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എത്ര രാത്രിയായാലും. അതെ അതെ അതെ. 51ാമത് സ്കൂൾ കലോത്സവം നമ്മളാ ഏറ്റെടുത്തത്. ഇനി ഞാൻ അടുത്ത ചോദിച്ചിട്ടുണ്ട്, ഇതല്ല എന്റെ പിന്നത്തെ. എന്തോ ഫിലിം ഫെസ്റ്റിവലിന്റെ ആദ്യം നമ്മൾ എടുക്കാൻ പറഞ്ഞ സമയത്ത് ഇവിടെ തിയേറ്റർ കിട്ടിയില്ല. അന്നേരം പിന്നെ എറണാകുളത്തിന് വനിതാ ഫെസ്റ്റിവൽ കൊടുത്തു. അപ്പൊ പുതിയ വീട് എടുക്കുമ്പോൾ ഫണ്ടിന്റെ ഒരു പ്രശ്നമുണ്ട്, എന്നാലും തരാമെന്ന് പറഞ്ഞു, നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നേരായിട്ട് സംസാരിക്കുന്നുണ്ട്. അവിടെ ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ബാക്കി നമ്മളെ സംഘാടനത്തിൽ നിന്ന് എന്താ അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാവരും നമ്മുടെ കലോത്സവം നമ്മൾ സംഘാടക സമിതിയായിട്ട് ആക്ട് ചെയ്യണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വിളിച്ച് ചൂണ്ടിക്കാണിച്ചാൽ മതി, അപ്പൊ പരിഹരിക്കും. ഒരു രാഷ്ട്രീയമില്ല. ഇത് ഇലക്ഷൻ ഇത് കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികളുടെ കലോത്സവത്തിൽ രാഷ്ട്രീയം പാടില്ല, അതുകൊണ്ടല്ലേ അല്ലേ? യെസ്. ഇവരെല്ലാം മനസ്സിലായല്ലോ. സർവകലാശാല യൂണിയന്റെ പേരൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ചെയർമാൻ മെൽവിന്, ആഷിക്ക്, അജിത്ത്. ചെലവ് കൂടും, അത് ശരിയാ. അല്ല, ഒരു പ്രശ്നം പൊതുവിൽ നമുക്ക് കോട്ടയത്ത് ശാന്തമായിട്ടാണ് ഇലക്ഷനുകൾ പൊതുവെ പോകാറുള്ളത്. നമ്മളെ വലിയ സംഘർഷവും ബഹളമൊന്നും ഉണ്ടാകാറില്ല. വർഷങ്ങൾക്ക് മുമ്പാണ് കോട്ടയത്ത് ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെയൊക്കെ ഓർമ്മ എനിക്കെല്ലാം അറിയാം. കുറുപ്പ് മത്സരിക്കുന്ന സമയത്തുണ്ടായൊരു സംഭവം. അത് അവസാന നിമിഷത്തിൽ കലാശക്കൂട്ടിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. അല്ലാതെ വേറെ ഒരു സംഘർഷമൊന്നും ഇലക്ഷൻ രംഗത്തില്ല. പൊതുവെ നമുക്ക് ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പോൾ പഴയതുപോലെ വോട്ടർമാരുടെ മുമ്പിൽ നമുക്ക് വേറെ അവരെ കളിപ്പിക്കാനൊന്നും പറ്റില്ല. നമ്മളെക്കാൾ വിജിലൻ്റാണ് വോട്ടർമാരെ. അപ്പോൾ ജനങ്ങളാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിലെ യജമാനന്മാർ എന്ന ധാരണ ജനപ്രതിനിധികൾക്ക് എപ്പോഴും ഉണ്ടാവുക, സ്ഥാനാർത്ഥികൾക്കും ഉണ്ടാവുക. ആ രൂപത്തിൽ ജനങ്ങളെ സമീപിക്കുന്ന ശൈലിയായിട്ട് മുന്നോട്ട് പോയാൽ മതി. കൃത്യമായി കാര്യങ്ങൾ നടക്കും. നിശ്ചയമായും ഈ പ്രാവശ്യം കേരളത്തിൽ വൻ വിജയമായിരിക്കും LDF-നുണ്ടാവുക. അതിൻ്റെ ഒരു ചൂണ്ടുവലികയാണല്ലോ ഇന്നലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. എന്തെല്ലാം വാർത്തകൾ, എന്തെല്ലാം ആക്രമണം കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഗവൺമെന്റിനെതിരായിട്ടും അതുപോലെ മന്ത്രിമാർക്കെതിരായിട്ടും മറ്റു രൂപത്തിലെല്ലാം ഉയർത്തിക്കൊണ്ട് വന്നിട്ടും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയവർ അവരുടെ അനുഭവങ്ങൾ ഇന്നുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്. നഷ്ടപ്പെട്ടത് UDF-ന് എത്രയാണ്? സാധാരണ ഇതിൽ എഴുതുകയില്ലാത്തവരും എഴുതിയല്ലോ. UDF-ന് കോൺഗ്രസിന് തിരിച്ചടി, BJP-ന് തിരിച്ചടി. ഈ രണ്ടു വീട്ടിലും മേടിച്ച് ലീഗിന്റെ സ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു? വട്ടപൂജയാവും പോയില്ല. അപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാൻ ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ധാരാളം മതിയാവും. അത് അഭിമാനകരമാണ്. നിശ്ചയമായും ആ ഒരു ട്രെൻഡ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം നേടും എന്ന കാര്യത്തിൽ സംശയമില്ല.